ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമുക്ക് നാളെ +2 സോഷ്യോളജി ഓൺ എക്സാം ആണല്ലേ. അപ്പം എല്ലാവരും പഠിച്ച് ഏകദേശം തുടങ്ങിയിട്ടെങ്കിലും ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇനിയും തുടങ്ങാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ കാണാം. ഓക്കെ, ഇതിൽ പറയുന്ന കാര്യങ്ങൾ അതുപോലെ പഠിക്കാം. ഓക്കെ, അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് മിസ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ശ്രദ്ധിച്ച് പഠിക്കുക കേട്ടോ. അപ്പോൾ സ്കിപ്പ് ചെയ്യരുത്. നമ്മൾ ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ട് പറയുന്നുണ്ട്. എല്ലാ ചാപ്റ്ററിനും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ നോക്കാം. ഇൻട്രൊഡ്യൂസിങ് ഇന്ത്യൻ സൊസൈറ്റി, അതായത് ഇന്ത്യൻ സമൂഹത്തെ പരിചയപ്പെടുത്തൽ എന്നുള്ള പാഠഭാഗമാണ്. വളരെ എളുപ്പമാണ്, ചെറിയൊരു പാഠഭാഗമാണ്. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. എന്താണ് സെൽഫ് റിഫ്ലെക്സിവിറ്റി എന്നുള്ളത്. അതല്ലാതെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ടും തരാറുണ്ട്. സ്വയം പ്രതിഫലനം എന്താണ് എന്നുള്ളത്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ പറയുന്നത് prior knowledge of societies is both an advantage and disadvantage for learning sociology. Do you agree? Substantiate. അതായത് സമൂഹങ്ങളെ കുറിച്ചുള്ള മുന്നറിവ് സമൂഹശാസ്ത്രം പഠിക്കുന്നതിന് ഒരു ഗുണവും ദോഷവുമാണ്. നിങ്ങൾ സമ്മതിക്കുന്നുണ്ടോ? സാധൂകരിക്കുക. അപ്പോൾ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും കമ്പയർ ചെയ്ത് എഴുതാനാണ്. ബോക്സ് വരച്ച് എഴുതണം കേട്ടോ. അങ്ങനെ ചോദിക്കുമ്പോൾ കമ്പയർ ചെയ്യാൻ പറയുമ്പോൾ തന്നെ നിങ്ങൾ ബോക്സ് വരയ്ക്കണം. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ എളുപ്പമാണ്. ഇതെല്ലാം പോയിന്റ് ആയിട്ട് മാത്രം എഴുതിയാൽ മതി. സോഷ്യോളജിയുടെ ഒരു പ്രത്യേകത തന്നെ അതാണ്. ഓക്കെ, അപ്പോൾ തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഹൂ സ്റ്റേറ്റഡ് ദ ലിങ്ക് ബിറ്റ്വീൻ പേഴ്സണൽ ട്രബിൾ ആൻഡ് സോഷ്യൽ ഇഷ്യൂസ്, അതായത് വ്യക്തിപരമായ പ്രശ്നങ്ങളും സാമൂഹിക പ്രശ്നങ്ങളും തമ്മിലുള്ള ബന്ധം ആരാണ് പറഞ്ഞത്? ആരാണ്? സി റൈറ്റ് മിൽസ് ആണല്ലേ. അപ്പോൾ അതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇനി ഇപ്പോൾ ഈ ഒരു ടൈം ആയില്ലേ, കാരണം ഇനി നാളെ നമുക്ക് എക്സാം ആണ്. പെട്ടെന്ന് പഠിക്കാൻ പറ്റാത്തവരൊക്കെ ഉണ്ടെങ്കിൽ മിസ്സിൻ്റെ കയ്യിൽ ഇതിൻ്റെ എല്ലാം PDF അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ അത് വേണ്ടവരുണ്ടെങ്കിൽ ഒന്ന് മിസ്സിന് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത നമ്പറിലോട്ട് വാട്സപ്പ് മെസ്സേജ് ചെയ്യുക കേട്ടോ. ചെറിയൊരു ഫീസ് അതിന് വരുന്നുണ്ട്, വളരെ ചെറിയൊരു ഫീസാണ് കേട്ടോ. അപ്പോൾ ഇത്രയും ചാപ്റ്റേഴ്സിൻ്റെ നോട്ട് PDF രൂപത്തിലാണ് മിസ്സ് സെൻഡ് ചെയ്ത് തരാം. വളരെ എളുപ്പമായിട്ട് പഠിച്ചു പോകാം, നല്ല രീതിക്ക് മാർക്കും സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് സെക്കൻഡ് ചാപ്റ്റർ നോക്കാം. ദ ഡെമോഗ്രഫിക് സ്ട്രക്ചർ ഓഫ് ഇന്ത്യൻ സൊസൈറ്റി, ഇന്ത്യൻ സമൂഹത്തിൻ്റെ ജനസംഖ്യാശാസ്ത്രപരമായ ഘടന. ഓക്കെ, അപ്പോൾ അതിൽ വരുന്നത് മെയിൻ ആയിട്ടുള്ള തിയറിയാണ് മാൽത്തൂസിയൻ തിയറി. മാൽത്തൂസിയൻ സിദ്ധാന്തം എന്താണ് പറയുന്നത് എന്നുള്ളത്, അതിൻ്റെ ക്രിറ്റിസിസം. ഓക്കെ, അത് മാർക്സിസ്റ്റ് ക്രിറ്റിസിസം ആണ് വരുന്നത്, വിമർശനാണ് പറയുന്നത് കേട്ടോ. അതും ജസ്റ്റ് ഒന്ന് പഠിച്ചു വയ്ക്കുക, ചിലപ്പോൾ അങ്ങനെയും ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡെമോഗ്രഫിക് ട്രാൻസിഷൻ തിയറി, പരിവർത്തന സിദ്ധാന്തം, കിങ്സ്ലി ഡേവിസിന്റെ ഓർക്കുന്നുണ്ടോ? ആ ഒരു തിയറിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് മാൽത്തൂസിയൻ സിദ്ധാന്തം. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് പോപ്പുലേഷൻ പോളിസി ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ജനസംഖ്യാ നയം എന്താണെന്ന് വ്യക്തമാക്കാൻ 1952 സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് പഠിക്കുക കേട്ടോ, പോയിന്റ്സ് ആയിട്ട് പഠിച്ചാൽ മതി. തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഡെമോഗ്രഫിക് ഡിവിഡൻഡ്, സെക്സ് റേഷ്യോ, ഡിപ്പെൻഡൻസി റേഷ്യോ. ഇതൊക്കെ എന്താണ്? ഇൻഡിക്കേറ്റേഴ്സ്, സൂചകങ്ങളിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. 2 മാർക്കിനൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ് കേട്ടോ. വളരെ എളുപ്പമാണ്. ഓക്കെ, അപ്പോൾ ചാപ്റ്റർ 3 നോക്കാം നമുക്ക്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് മിസ് ഇവിടെ പറയുന്നത് കേട്ടോ. ഇത് മാത്രം പഠിച്ചാൽ തന്നെ അത്യാവശ്യം നല്ല മാർക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, ചാപ്റ്റർ 3 നോക്കാം. സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, കണ്ടിന്യൂറ്റി ആൻഡ് ചേഞ്ച്, സാമൂഹിക സ്ഥാപനങ്ങൾ, തുടർച്ചയും മാറ്റവും. ഓക്കെ, ടൈപ്പിംഗ് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫീച്ചേഴ്സ് ഓഫ് കാസ്റ്റ് സിസ്റ്റം, അതായത് ജാതി വ്യവസ്ഥയുടെ സവിശേഷതകൾ വിശദീകരിക്കാനാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. അപ്പോൾ അതും പോയിന്റ്സ് ആയിട്ട് എഴുതിയാൽ മതി കേട്ടോ. മാർക്കിനനുസരിച്ച് പോയിന്റ് കൂട്ടി എഴുതാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് സാൻസ്ക്രിറ്റൈസേഷൻ ആൻഡ് ഡോമിനന്റ് കാസ്റ്റ്, സംസ്കൃതവൽക്കരണവും പ്രബല ജാതിയും. ഇത് ആരുടെ കോൺസെപ്റ്റ് ആണ് എന്നുള്ളത് കൃത്യമായിട്ട് എഴുതണം. MN ശ്രീനിവാസ് ആണല്ലേ. പിന്നെ അതെന്താണ് എന്നും പറയണം കേട്ടോ. അതിന്റെ ക്രിറ്റിസിസവും പഠിക്കുന്നത് നല്ലതാണ്. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. കമ്പയർ പെർമനന്റ് ട്രേറ്റ്സ് ആൻഡ് ആസ്ക്രൈബ്ഡ് ട്രേറ്റ്സ് ഓഫ് ട്രൈബ്സ് ഇൻ ഇന്ത്യ, അതായത് ഇന്ത്യയിലെ ഗോത്രങ്ങളുടെ സ്ഥിര സവിശേഷതയും ആർജിത സവിശേഷതയും താരതമ്യം ചെയ്യാനാണ് കേട്ടോ. വളരെ കൃത്യമായിട്ട് പഠിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അടുത്തതും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. 1 വേർഡും ചോദിക്കാറുണ്ട്. ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ഫാമിലി, കുടുംബത്തിൻ്റെ വിവിധ രൂപങ്ങൾ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഫോർത്ത് ചാപ്റ്റർ നോക്കാം. മാർക്കറ്റ് ആസ് എ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, വിപണി ഒരു സാമൂഹിക സ്ഥാപനം എന്ന നിലയിൽ. ഇവിടെ നിങ്ങൾക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എക്സ്പ്ലെയിൻ മാർക്കറ്റ് ആസ് എ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ വിത്ത് എക്സാമ്പിൾ. ആ ചാപ്റ്ററിൽ പല രീതിക്കുള്ള എക്സാമ്പിൾ പറയുന്നുണ്ട് അല്ലേ. ഉദാഹരണ സഹിതം മാർക്കറ്റിനെ ഒരു സാമൂഹിക സ്ഥാപനമായിട്ട് വിശദീകരിക്കുക എന്നുള്ളത്. മാർക്കറ്റിൽ ആരാണ്? പീപ്പിൾസ് ആണ് കൂടുന്നത്. അപ്പോൾ അവിടെ നടക്കുന്ന കാര്യങ്ങളാണ് പറയേണ്ടത് കേട്ടോ. അടുത്തത് അനലൈസ് ലിബറലൈസേഷൻ പോളിസി ആൻഡ് ഇറ്റ്സ് ഇൻഫ്ലുവൻസ് ഓൺ മാർക്കറ്റ്, അതായത് ഉദാരവൽക്കരണ നയവും അത് വിപണിയിൽ ചെലുത്തുന്ന സ്വാധീനവും വിശകലനം ചെയ്യുക. ഓക്കെ ആണല്ലോ. ഓക്കെ, നെക്സ്റ്റ്
വാട്ട് ആർ ദ ചേഞ്ചസ് ഇൻ മാർക്കറ്റ് ഇക്കണോമിക് ഡ്യൂ ടു കൊളോണിയലിസം, അതായത് കൊളോണിയലിസം മൂലം കമ്പോള സമ്പദ് വ്യവസ്ഥയിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഇതെല്ലാം പോയിന്റ് സഹിതം മിസ് പറഞ്ഞ ആ ഒരു PDF-ലുണ്ട്. അത് വേണ്ടവർ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക കേട്ടോ, വാട്സപ്പ് മെസ്സേജ് ചെയ്യുക. ചെറിയൊരു ഫീസാണ് അടയ്ക്കേണ്ടത്. ഇത്രയും ചാപ്റ്റേഴ്സിന്റെ PDF പെട്ടെന്ന് നിങ്ങൾക്ക് പഠിക്കാനും പറ്റും, വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാനും സാധിക്കും. അവിടെ തന്നെ മിസ്സിനോട് സംശയങ്ങൾ നിങ്ങൾക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ അതിലോട്ട് മെസ്സേജ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ചാപ്റ്റർ 5 നോക്കാം. പാറ്റേൺസ് ഓഫ് സോഷ്യൽ ഇനീക്വാളിറ്റി ആൻഡ് എക്സ്ക്ലൂഷൻ, അതായത് സാമൂഹിക അസമത്വത്തിൻ്റെയും ബഹിഷ്കരണത്തിൻ്റെയും രീതികൾ. ഇവിടെ ഡയമെൻഷൻസ് ഓഫ് അൺടച്ചബിലിറ്റി, തൊട്ടുകൂടായ്മയുടെ മാനങ്ങൾ 3 തരമാണ്. അത് പഠിക്കണം കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. അതെന്താണെന്നും കൂടെ പഠിച്ചു വയ്ക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ആണ് സിവിൽ സൊസൈറ്റി വിത്ത് എക്സാമ്പിൾ, പൗരസമൂഹം ഉദാഹരണ സഹിതം പഠിക്കണം. ഓക്കെ ആണല്ലോ. ഓക്കെ, അടുത്തത് എക്സ്പ്ലെയിൻ നാഷണൽ മെഷേഴ്സ് ആൻഡ് പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസ് അഗെയിൻസ്റ്റ് കാസ്റ്റ് ആൻഡ് ട്രൈബൽ ഡിസ്ക്രിമിനേഷൻ, അതായത് ജാതി ഗോത്ര വിവേചനത്തിനെതിരായ ദേശീയ നടപടികളും രാഷ്ട്രീയ പ്രവർത്തനങ്ങളും വിശദീകരിക്കാൻ. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും ഒരു ബോക്സ് വരച്ച് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അടുത്തത് 4-മത്തെയാണ് സോഷ്യൽ ഇനിക്വാളിറ്റി, സോഷ്യൽ എക്സ്ക്ലൂഷൻ, സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ. സാമൂഹിക അസമത്വം, സാമൂഹിക ബഹിഷ്കരണം, സാമൂഹിക തരംതിരിവ്. ഇത് 3 എന്താണ് 3 ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ സോഷ്യൽ എക്സ്ക്ലൂഷൻ എന്ന് പറയുകയാണെങ്കിൽ 2 തരത്തിലുള്ള എക്സ്ക്ലൂഷൻ ഉണ്ട്, അല്ലെങ്കിൽ 2 തരത്തിലുള്ള ബഹിഷ്കരണം ഉണ്ട്, കാസ്റ്റിന്റെ പേരിൽ, ജെൻഡറിന്റെ പേരിൽ. അപ്പം അങ്ങനെ പഠിക്കണം. അതുപോലെ തന്നെ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ, സാമൂഹിക തരംതിരിവിൽ എന്താണ് പറയുന്നത്, അല്ലെങ്കിൽ സാമൂഹിക ശ്രേണീകരണത്തിൽ പറയുന്നത് ബേസിക് പ്രിൻസിപ്പിൾ, അതിൻ്റെ കീ പ്രിൻസിപ്പിൾ ആണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ പഠിച്ചു വെക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് 5th ചാപ്റ്ററിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് 6th ചാപ്റ്റർ നോക്കാം. ദ ചാലഞ്ചസ് ഓഫ് കൾച്ചറൽ ഡൈവേഴ്സിറ്റി, സാംസ്കാരിക വൈവിധ്യത്തിൻ്റെ വെല്ലുവിളികൾ. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് കമ്മ്യൂണൽ ഐഡന്റിറ്റി? സാംസ്കാരിക സ്വത്വമാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. പ്രീവിയസ് ഇയറിലൊക്കെ നന്നായിട്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യനും കൂടെയാണ്. അപ്പോൾ അത് പഠിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ചാലഞ്ചസ് ഫേസ്ഡ് ബൈ കൾച്ചറൽ ഡൈവേഴ്സിറ്റി, സാംസ്കാരിക വൈവിധ്യം നേരിടുന്ന വെല്ലുവിളികൾ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതായത് അതിൽ പെടുന്നതാണ് ഇത് പ്രാദേശിക ഉത്കർഷേച്ഛകൾ. അത് നിങ്ങൾ പൊളിറ്റിക്സിൽ പഠിക്കുന്ന കാര്യമാണ്. റീജിയണൽ ആസ്പിരേഷൻ, കമ്മ്യൂണലിസം, ഇതൊക്കെ എന്താണ് നമ്മുടെ കൾച്ചറൽ ഡൈവേഴ്സിറ്റി, സാംസ്കാരിക വൈവിധ്യം നേരിടുന്ന വെല്ലുവിളിയിൽ പറയുന്നതാണ്. അപ്പോൾ അത് സെപ്പറേറ്റ് ആയിട്ടും ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് സെക്യുലറിസം, എക്സ്പ്ലെയിൻ ഇന്ത്യൻ ആൻഡ് വെസ്റ്റേൺ കോൺസെപ്റ്റ് ഓഫ് സെക്യുലറിസം. എന്താണ് മതേതരത്വം, മതേതരത്വത്തിന്റെ ഇന്ത്യൻ പാശ്ചാത്യ ആശയങ്ങൾ വിശദീകരിക്കുക. ഇത്രയും കാര്യങ്ങൾ. അപ്പോൾ 7th ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഒന്നും അങ്ങനെ ചോദിക്കാറില്ല എക്സാമിന് കേട്ടോ. അപ്പോൾ ഇത്രയും ചാപ്റ്റേഴ്സ് ആയിരിക്കും നിങ്ങൾക്ക് ഓണം എക്സാമിന് പറഞ്ഞിട്ടുണ്ടാവുക. ഓരോ സ്കൂളിനനുസരിച്ച് വ്യത്യാസമുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, അല്ലെങ്കിൽ എന്താണ് ചെറിയ 1 മാർക്ക് ക്വസ്റ്റ്യൻ, മാച്ച് ദ ഫോളോയിങ് ഒക്കെ ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ മിസ് എന്ത് ചെയ്യാം, ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. ആ ഒരു വീഡിയോ കൂടെ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് എക്സാം എഴുതാം കേട്ടോ.